നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അരി വിതരണം സംഗതിയേറ്റു. മൂട്ടിൽ തീപിടിച്ചത് ഇടതുപക്ഷം. തൃശ്ശൂരിൽ കളത്തിലിറങ്ങുന്നത് ഭക്ഷ്യമന്ത്രി അനിൽ. മോദിയുടെ പടം വെച്ച് ഇതുപോലെ അരി വിതരണം നടത്തുന്നത് രാജ്യത്തിനും കേരളത്തിനും നല്ലതല്ല എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. മോദി ആളുകളെ വിട്ട് അരി വിതരണം ചെയ്യുന്നതിന് പകരം കേരളത്തെ ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടതെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ കണ്ടെത്തൽ. ഇത് റേഷൻ കട വഴിയൊക്കെ അങ്ങ് വിതരണം ചെയ്യാമായിരുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് കേന്ദ്രം നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ കിറ്റുകളിലാക്കി പിണറായി വിജയൻ്റെ പേരിലാണ് അന്ന് കേരളം മുഴുവൻ വിതരണം ചെയ്തത്. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ പിണറായിക്ക് കഴിഞ്ഞു. സംഗതി കേന്ദ്രത്തിൻ്റെ സാധനം കേരളത്തിൻ്റെ കിറ്റ്. അടിപൊളി ആശയമല്ലേ? ഈ ആശയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പ്രയോഗിക്കാം എന്ന് GR അനിൽ കണക്കുകൂട്ടിയാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ? ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യവിതരണത്തിൽ സംസ്ഥാനങ്ങൾക്കാവശ്യമായ പിന്തുണ കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ വെറും രാഷ്ട്രീയ കളിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് GR അനിൽ പറയുന്നു. 29 രൂപയുടെ ഭാരത് അരി മറ്റൊരു സംസ്ഥാനങ്ങളിലും വിപണിയിൽ വന്നിട്ടില്ല. എന്തിനാണ് കേരളത്തിലെ തൃശ്ശൂരിലേക്ക് ഇങ്ങനെ തിരക്ക് കൂട്ടിയിറക്കിയത്? കേരളത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന റേഷൻ സംവിധാനങ്ങളുണ്ട്. റേഷൻ കടകളിലൂടെ അരി വിതരണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മര്യാദ. സംസ്ഥാന സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാൻ വേണ്ടി സങ്കുചിതമായ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് നരേന്ദ്രമോദി കളിക്കുന്നത് എന്നും GR അനിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനാണ് കേന്ദ്രം പുറത്തിറക്കിയ ഭാരത് അരി വിതരണം ചെയ്യുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനും അരി വിതരണം നടത്തുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്ര ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയും ഈ അരി ലഭ്യമാണ്. കേരളത്തിൽ ഭാരത് അരി വിതരണം ചെയ്യാൻ തുടങ്ങിയതോടെ ഇടതുപക്ഷത്തിന് ഹാലിളകി എന്ന് വ്യക്തം. LDFന് മാത്രമല്ല UDFും ഇപ്പോൾ കളത്തിലിറങ്ങി. 5 ലക്ഷം ടൺ അരിയാണ് ആദ്യഘട്ടത്തിൽ ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറ്റുന്നത്. 29 രൂപയ്ക്ക് അരി ലഭ്യമാക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ കൂട്ടത്തോടെ എത്തി അരി വാങ്ങി മടങ്ങുന്ന കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇതുതന്നെയാണ് GR അനിൽ വിരളാൻ കാരണം. CPIയുടേതാണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നേരിട്ട് തൃശ്ശൂരിലിറങ്ങി വീണ്ടും ഇതാ ഭാരത് അരി വിതരണം ചെയ്യുന്നു. ഭാരത് അരി വിതരണത്തിനായി വിവിധ ജില്ലകളിലായി NCFൻ്റെ 200 ഔട്ട്ലെറ്റുകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ചുരുക്കത്തിൽ കേരള സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടലുകൾക്ക് കഴിയുന്നില്ല. ബജറ്റിന് തൊട്ടു മുൻപ് കേരളത്തിൻ്റെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു, കേരളം അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. വലിയ വിലക്കയറ്റമാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇടപെടുകയും കൂടുതൽ അരി കേരളത്തിന് അനുവദിക്കുകയും ചെയ്യണം എന്നൊക്കെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇതുപോലൊരു പണി കിട്ടും എന്ന് GR അനിൽ സ്വപ്നേബി വിചാരിച്ചില്ല. പറഞ്ഞു തീരുന്നതിന് മുൻപ് ഭാരത് റൈസ് ഇന്ത്യയിൽ പുറത്തിറക്കുന്നു. തൃശ്ശൂരിലേക്ക് ഭാരത് റൈസുമായി ലോറികൾ പാഞ്ഞെത്തുന്നു. പിന്നെ കാണുന്നത് ജനങ്ങൾക്കിടയിൽ നേരിട്ട് വിതരണം ചെയ്യുന്നതാണ്. റേഷൻ കടകൾ വഴിയുള്ള വിതരണം എത്രത്തോളം ഫലപ്രദമാകുമെന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. പാവപ്പെട്ടവർ എന്ന വിഭാഗത്തിൽ സാധാരണക്കാരും ഉൾപ്പെടും എന്ന് പലപ്പോഴും ഇടതുപക്ഷ സർക്കാർ മറന്നുപോകുന്നു. മധ്യവർത്തികളായ സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ BPL APL എന്നൊന്നും തരംതിരിക്കാൻ കഴിയില്ല. കയ്യിൽ പണമില്ല, അതുതന്നെയാണ് അവരുടെ മുഖമുദ്ര. അവർക്കൊക്കെ 29 രൂപയ്ക്ക് അരി കിട്ടിയാൽ അത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂട്ടത്തോടെ ഭാരത് അരിയുടെ ലോറിക്കരികിലേക്ക് ഓടിയെത്തുന്നത്. തങ്ങൾക്കൊട്ട് കൊടുക്കാനും കഴിയുന്നില്ല, എന്നാൽ അരിയുമായി എത്തി കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാട് കേരള സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്നത് ഒട്ടും ശരിയല്ല. അരി വിതരണം ചെയ്യുന്ന മോദിയുടെ പടമുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? മോദിയുടെ പടം വയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ജനത്തിന് 29 രൂപയ്ക്ക് അരി നൽകുന്നുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഇത്തരം ജനോപകാര പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാരിന് കഴിയാതെ പോകുന്നത്? 2020 നടത്തുന്ന ഒരു കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് എത്രയോ വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ന്യായവിലയിൽ എല്ലാ സാധനങ്ങളും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നു. 20 കോടിയിൽ പരം രൂപ ലാഭം നേടിയാണ് ആ പഞ്ചായത്ത് ഇപ്പോഴും ഭരണം തുടരുന്നത്. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ വിലക്കുറവിലാണ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നത്. കാര്യക്ഷമമായ ഒരു ഭരണമുണ്ടെങ്കിൽ ഇതിനൊക്കെ കഴിയും എന്ന് കേരള സർക്കാരും അനിലും മനസ്സിലാക്കിയാൽ എത്രയോ നന്ന്. ആദ്യം നന്നായൊന്ന് ഭരിക്കാൻ പഠിക്കുക. ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ രീതിയിൽ
വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുക. 29 രൂപയ്ക്ക് പുറത്തിറക്കിയ ഭാരത് റൈസിനെ മുച്ചൂടും പരിഹസിക്കുകയാണ് ഭക്ഷ്യമന്ത്രി. കേന്ദ്ര സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിലെത്തിച്ച ഭാരത് അരിക്കെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് പുറമെ പരിഹസിക്കുന്ന കാഴ്ചയും. ഭാരത് അരി റേഷൻ അരിയാണ് എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു വയ്ക്കുന്നു. റേഷൻ അരി ഇത്ര മോശമാണോ എന്ന് ഭക്ഷ്യമന്ത്രിയോട് നമ്മൾ തിരികെ ചോദിച്ചാൽ അദ്ദേഹം എന്തുത്തരം പറയും? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് 24 രൂപയ്ക്ക് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം 29 രൂപയ്ക്ക് നൽകുന്നത് എന്നൊക്കെയാണ് GR അനിലിൻ്റെ കണ്ടെത്തൽ. കൂടിയ ജയ അരി ഒന്നുമല്ല. 4 രൂപയ്ക്ക് റേഷൻ കട വഴി നീലക്കാർഡുകാർക്കും 10 രൂപ 90 പൈസയ്ക്ക് വെള്ളക്കാർഡുകാർക്കും നൽകുന്ന അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് എന്ന് GR അനിൽ. ഇക്കാര്യങ്ങൾ GR അനിൽ യാതൊരു വിവരവും വെള്ളിയാഴ്ചയുമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തം. ഭാരത് അരി പദ്ധതി പ്രകാരം പൊന്നി അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് മനസ്സിലാക്കാതെയാണ് GR അനിലിൻ്റെ ഈ പൊട്ട പ്രസ്താവനകൾ. സപ്ലൈകോയിൽ സബ്സിഡി വിലയ്ക്ക് സാധനങ്ങൾ യാതൊന്നും കിട്ടാനില്ല എന്ന് കേരളത്തിലെ ജനത്തിന് കൃത്യമായി അറിയാം. സപ്ലൈകോ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന കോടാനുകോടി രൂപ ഈ സംസ്ഥാന സർക്കാർ ഭക്ഷ്യവകുപ്പിന് കൈമാറുന്നുമില്ല. വിപണിയിൽ ഇപ്പോൾ വിലക്കയറ്റം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ അരിച്ചാക്കുകളുമായി കേന്ദ്രമെത്തിയാൽ അത് കയ്യടിയോടെ തന്നെ ജനം സ്വീകരിക്കും എന്ന് കേരള സർക്കാരിന് കൃത്യമായി അറിയാം. വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ഭാരത് റൈസിന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹാലിളകുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഏറെ നിരാശപ്പെടേണ്ടി വരും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം വരുന്ന ഒരൊറ്റ പദ്ധതികൾക്കും ഈ സർക്കാർ അനുകൂലമല്ല. എന്തിലും രാഷ്ട്രീയം കണ്ടെത്തും. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്ത് ജനത്തെ പറ്റിക്കുകയാണ് എന്ന് പ്രതാപനും പറയുന്നു. TN പ്രതാപൻ പിന്നെ തൃശ്ശൂരിൽ മത്സരിക്കാനിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പ്രതാപന് എന്തും പറയാം. 10 രൂപ 90 പൈസയ്ക്കാണ് റേഷൻ കടകളിൽ അരി നൽകുന്നത്. ഈ അരിയാണ് കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ കേന്ദ്ര സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്നത് എന്ന് TN പ്രതാപൻ പറയുന്നു. ഇങ്ങനെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെങ്കിൽ അവരോട് വിതരണം ചെയ്യാൻ കൂടി പ്രതാപൻ പറയട്ടെ. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തരുത് എന്നതാണ് TN പ്രതാപൻ്റെ ആവശ്യം. റേഷൻ കാർഡ് ഇല്ലാതെയാണ് ഭാരത് അരി നൽകുന്നത്. യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് അരി നൽകാനാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വേണം. ഇക്കാര്യം റേഷൻ വ്യാപാരികളുടെ സംഘടന തന്നെ അറിയിച്ചിട്ടുണ്ട്. റേഷൻ വ്യാപാരികളുടെ സംഘടനയ്ക്ക് തട്ടിപ്പ് നടത്താനൊന്നും ഈ അരി വിട്ടുകൊടുക്കേണ്ടതില്ല. ഇത് ആര് വേണമെങ്കിലും മേടിച്ചോട്ടെ. 29 രൂപയ്ക്ക് അരി വൻതോതിൽ വിപണിയിലിറങ്ങുന്നതോടെ വിലക്കുറവുണ്ടാകും എന്ന് സാധാരണ ജനത്തിന് അവരുടെ സാധാരണ ബുദ്ധിയിൽ മനസ്സിലാകും. സംസ്ഥാനതല ഫ്ലാഗ് ഓഫിന് പിന്നാലെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള അരി വിതരണമാണ് തൃശ്ശൂർ ജില്ലയിൽ നടന്നത് എന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ പറയുന്നു. 10 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ ഉടനീളം അരി വിതരണം വ്യാപിപ്പിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. ജില്ലാതല ഉദ്ഘാടനം ഉടൻ നടത്തുമെന്നും അവർ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് നേരിട്ട് ലോറികളിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകളിൽ എത്തിച്ച അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് ഇപ്പോൾ വിതരണം നടത്തുന്നത്. പൊന്നിയരിയാണ് ഭാരത് അരിയായി ബ്രാൻഡ് ചെയ്ത് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും. കടലപ്പരിപ്പിന് കിലോയ്ക്ക് 60 രൂപയാണ് വില. FCI ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിനെത്തിച്ചിരിക്കുന്നത്. മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് ഈ വിതരണം. ഒരാഴ്ചയ്ക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 29 രൂപയ്ക്ക് കേരളത്തിൽ നിറയെ അരിയെത്തട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.